നമസ്കാരം. ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ പെട്ടെന്ന് അറിയിച്ചതനുസരിച്ചാണ് ഇന്ത്യയിലെത്തിയതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ അറിയിച്ചു. ബംഗ്ലാദേശിൽ തുടരുന്ന തീവെപ്പും കൊള്ളയടിക്കലും കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെട്ടുവെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. ബംഗ്ലാദേശ് കലാപത്തെക്കുറിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. കക്ഷിഭേദമന്യേ എല്ലാവർക്കും അക്രമ സംഭവങ്ങളിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. സംവരണ വിരുദ്ധ പ്രക്ഷോഭം വളർന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന ഏക അജണ്ടയിലേക്ക് കേന്ദ്രീകരിച്ചു. തിങ്കളാഴ്ച പ്രതിഷേധക്കാർ നിരോധനാജ്ഞ ലംഘിച്ച് ധാക്കയിൽ ഒത്തുകൂടി. സൈന്യവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഹസീന രാജിവെച്ചത്. ചുരുങ്ങിയ സമയത്തിൽ ഇന്ത്യയിലേക്ക് വരാൻ അനുമതി തേടുകയായിരുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ചർച്ചകൾ നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സമരം ശക്തമായതോടെ വിദ്യാർത്ഥികളടക്കം ഒരു സംഘം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ഇന്ത്യയിലേക്ക് വരണമെന്ന ആഗ്രഹം ഷെയ്ഖ് ഹസീന പെട്ടെന്ന് അറിയിക്കുകയായിരുന്നു. ബംഗ്ലാദേശിൽ സാഹചര്യം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. തിരഞ്ഞെടുപ്പ് മുതൽ ബംഗ്ലാദേശ് അശാന്തമാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ വേഗം ശക്തമാവുകയായിരുന്നു. സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും പ്രക്ഷോഭം തണുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധക്കാർക്ക് ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നതായിരുന്നു അത്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ സമൂഹവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെടുന്നുണ്ട്. 19,000 ഇന്ത്യക്കാർ അവിടെയുണ്ട്. അതിൽ 9,000 പേർ വിദ്യാർത്ഥികളാണ്. അതിൽ ഭൂരിഭാഗവും ജൂലൈയിൽ മടങ്ങിയെത്തിയിരുന്നു. ക്രമസമാധാന നില സാധാരണമാകുന്നതുവരെ ആശങ്കയുണ്ട്. അതിർത്തി സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമം നിരീക്ഷിച്ചു വരികയാണ്. BSFന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാക്കയിലുള്ള ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി വരികയാണെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. മന്ത്രിയുടെ പ്രസ്താവനയിൽ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അവ അനുവദിച്ചില്ല. എസ് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം പാർലമെന്റിൽ ബജറ്റ് ചർച്ച തുടർന്നു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് സർക്കാരിന് നേതൃത്വം നൽകണമെന്നതാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ആവശ്യം. ചികിത്സാർത്ഥം പാരീസിലുള്ള യൂനുസ് വൈകാതെ ബംഗ്ലാദേശിലെത്തുമെന്നാണ് സൂചന. യൂനുസ് സർക്കാരിനെ നയിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ അധികാരം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ അറിയിപ്പ് അവഗണിച്ചതാണെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. സേനാ മേധാവി ജനറൽ വഖാറുസമാനെ 2023 കരസേനാ മേധാവിയായി നിയമിക്കുന്നതിനെതിരെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിലവിലെ വിഷയങ്ങളെ ഇന്ത്യ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. 2023 തന്നെ അട്ടിമറി സൂചന ഇന്ത്യ കൈമാറിയിരുന്നു. വഖാറുസമാന്റെ ചൈന അനുകൂല നിലപാടുകളെക്കുറിച്ചാണ് ഇന്ത്യ ഹസീനയെ അറിയിച്ചത്. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ കലാപം ഉണ്ടായപ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് പകരം ഷെയ്ഖ് ഹസീനയോടും സഹോദരിയോടും രാജ്യം വിടാനാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടതെന്നതാണ് വസ്തുത. പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയായിരുന്നു ബംഗ്ലാദേശിലെ സമരം. അതിനിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി രാഷ്ട്രീയം അടക്കമില്ലെന്നും സുരക്ഷയെ കരുതി കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ രാജ്യം വിട്ടതെന്നും മകനും മുൻ ഉപദേശകനുമായ സാജിബ് വസീദ് ജോയ് ലണ്ടനിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിലേക്കെല്ലാം അവസരമുണ്ടാക്കിയത് സേനാ മേധാവിയായി ജനറൽ വഖാറുസമാനെ നിയമിച്ചതാണെന്നാണ് വിലയിരുത്തൽ. സേനാ മേധാവിയായി ജനറൽ വഖാറുസമാനെ നിയമിച്ചാലുണ്ടാകുന്ന പ്രതിസന്ധികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന അജിത് ഡോവൽ മുൻകൂട്ടി കണ്ടിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹസീനയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഡോവൽ പരാമർശിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ മുന്നറിയിപ്പ് അവഗണിച്ചതിലെ പിഴവ് ഹസീനയും തിരിച്ചറിയുന്നുണ്ട്. BNP നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയയെ മോചിപ്പിക്കാനുള്ള തീരുമാനം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പാർട്ടികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ വിലയിരുത്തുന്നു. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. 2024 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും പാർട്ടി സമ്മർദ്ദത്തെ തുടർന്നാണ് മത്സരിച്ചതെന്നുമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ രാഷ്ട്രീയ സുഹൃത്തുക്കളെ അറിയിച്ചത്.